ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐക്ലറിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആൽഗയുടെ ഫർദർ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ആൽഗയെ മെയിനായിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ, റോഡോഫൈസിയെ. ഇത് ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്ലോറോഫൈസിയെ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ക്ലോറോ എന്ന് പറഞ്ഞാൽ ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആണ്, ഫോട്ടോസിന്തറ്റിക് ആണ് എന്നൊക്കെയുള്ള കുറേ ഐഡിയാസ് നമുക്ക് ക്ലോറോഫൈസിയ എന്നുള്ള പേരിൽ നിന്ന് തന്നെ കിട്ടും. ഇവയുടെ പ്ലാൻ ബോഡി യൂണിസെല്ലുലാർ ആവാം, അല്ലെങ്കിൽ കൊളോണിയൽ, ഫിലമെൻറ്റസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിൽ ആവാം. എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് നോക്കാം, വോൾവോക്സ് ഉണ്ട്, കാര, സ്പൈറോഗൈറ, ക്ലാമിഡമോണസ്, അങ്ങനെ കുറേ എക്സാമ്പിൾ ഉണ്ട്. അത് വെച്ച് ഓർത്ത് നോക്കുക. ക്ലോറോഫൈസിയ എന്ന് പറയുമ്പോൾ ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആയിട്ടുള്ള ആൽഗയുടെ ഗ്രൂപ്പാണ്. ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവർ ഫോട്ടോസിന്തറ്റിക് ആക്റ്റീവ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ പറഞ്ഞ ക്ലോറോപ്ലാസ്റ്റ് ഇല്ലേ, ക്ലോറോപ്ലാസ്റ്റ് ഇവയിൽ എല്ലാ ആൽഗയിലും ഉണ്ടെങ്കിലും എല്ലാ ആൽഗയിലും ഉണ്ടാകുന്ന ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് റെറ്റിക്കുലേറ്റ് ക്ലോറോപ്ലാസ്റ്റ് കാണുന്ന ആൽഗ ഏത്, അല്ലെങ്കിൽ ഗേർഡിൽ ഷേപ്പ് ക്ലോറോപ്ലാസ്റ്റ് കാണുന്ന ആൽഗെ ഗ്രൂപ്പിൽ ഏതാണ്, അങ്ങനെ ക്വസ്റ്റ്യൻ വരുമോ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ പഠിക്കാം. ഒന്നാമത്തത് ഗേർഡിൽ ഷേപ്പ്ഡ് ക്ലോറോപ്ലാസ്റ്റ്, അത് കാണുന്നത് യൂലോത്രിക്സിലാണ്. റിബൺ ഷേപ്പ്ഡ് ഓർ സ്പൈറൽ ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത് സ്പൈറോഗൈറയിലാണ്. സ്പൈറോഗൈറ എന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഏതാ പറഞ്ഞത്, സ്റ്റാർ ഷേപ്പ്ഡ് സൈക്നിമ. കപ്പ് ഷേപ്പ്ഡ് ക്ലോറോപ്ലാസ്റ്റ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാമിഡമോണസിനാണ്. ക്ലാമിഡമോണസിന് കപ്പ് ഷേപ്പ്ഡ് ക്ലോറോപ്ലാസ്റ്റ്. പിന്നെ ഡിസ്ക് ഷേപ്പ്ഡ് ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത് കോളർപ്പ. റെറ്റിക്കുലേറ്റ് ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത് ഊഡോഗോണിയം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് റെറ്റിക്കുലേറ്റ് ക്ലോറോപ്ലാസ്റ്റ് കാണുന്ന ആൽഗെ ഏത് മെമ്പറാണെന്നുള്ളത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഊഡോഗോണിയമാണ് റെറ്റിക്കുലേറ്റ് ക്ലോറോപ്ലാസ്റ്റ് കാണുന്ന ആൽഗെ. ഇപ്പോൾ പറഞ്ഞു ഒരു ഫോട്ടോസിന്തറ്റിക് ആണെന്ന് പറഞ്ഞു ആൽഗെ. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് ഈ ക്ലോറോഫൈസിയയിൽ കാണുന്ന ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് ആണ് ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും. അതങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ഇനി അടുത്ത ഗ്രൂപ്പിൽ വരുമ്പോൾ മറ്റുള്ള ക്ലോറോഫിൽ കൂടി വരും. അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക, ക്ലോറോഫിൽ എയും ബിയും ആണ് ക്ലോറോഫൈസിയയിൽ കാണുന്നത്. അതുപോലെ ഇവർ ഉണ്ടാക്കുന്ന ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോം സ്റ്റാർച്ച് ആയിട്ടായിരിക്കും. പിന്നെ ചില ആൾക്കാർ ഈ ക്ലോറോഫൈസിയയിൽ തന്നെ ചില ആൾക്കാർ ഓയിൽ ഫോംസിലും കൂടി ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇത്തരം ക്ലോറോഫൈസിയൻ മെമ്പേഴ്സിൻ്റെ സ്റ്റോറേജ് ബോഡീസാണ് പൈറനോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്, സ്റ്റാർച്ച് ഫോമിലും ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടും സ്റ്റോർ ചെയ്യുന്നുണ്ട്. പൈറനോയിഡ്സ് ആണ് സ്റ്റോറേജ് ബോഡി. ഇനി ഈ ക്ലോറോഫൈസിയൻ മെമ്പേഴ്സ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ അസെക്ഷൽ ഉണ്ട്, സെക്ഷൽ ഉണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മെയിനായിട്ട് ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്. അതായത് ബോഡിയിൽ നിന്ന് ഫ്രാഗ്മെൻറ്റ്സ്, ഓരോ പാർട്സ് ഉണ്ടായി പുതിയ ആൽഗെ മെമ്പേഴ്സ് ഉണ്ടാവും. അതുപോലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് മെയിനായിട്ടും സൂസ്പോഴ്സ്, ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള മോട്ടൈൽ സൂസ്പോഴ്സ് വഴിയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ 3 തരത്തിൽ നടക്കുന്നുണ്ട്: ഐസോഗാമി, അനൈസോഗാമി, ഓഗാമി. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു മെയിനായിട്ടുള്ള മെമ്പേഴ്സിൻ്റെ പേര് പറഞ്ഞു, ഓർമ്മയില്ലേത്? ക്ലാമിഡമോണസ്, വോൾവോക്സ്, സ്പൈറോഗൈറ, കോളർപ്പ. നമ്മൾ നേരത്തെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പ് പറയുമ്പോൾ പറഞ്ഞ ഓരോരാളെയും ഓർത്ത് നോക്കുക: ഊഡോഗോണിയം, യൂലോത്രിക്സ്, സൈക്നിമ, അസെറ്റാബുലേരിയ, അങ്ങനെ ഓരോ ആൾക്കാരും. ഈ അസെറ്റാബുലേരിയ അറിയപ്പെടുന്ന ഒരു പേരാണ് അംബ്രല്ല ആൽഗേന്ന്. അംബ്രല്ലയുടെ ഷേപ്പ് വരുന്നതുകൊണ്ടായിരിക്കും അംബ്രല്ല ആൽഗേ എന്നറിയപ്പെടുന്ന ആളാണ് അസെറ്റാബുലേരിയ. ഇനി രണ്ടാമത്തെ ആൽഗെ ഗ്രൂപ്പാണ് ഏത്, ഫിയോഫൈസിയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബ്രൗൺ ആൽഗെ. നേരത്തെ നമ്മൾ പറഞ്ഞ ക്ലോറോഫൈസിയുടെ മറ്റൊരു പേരാണ് ഗ്രീൻ ആൽഗെ. ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ഫിയോഫൈസിയുടെ മറ്റൊരു പേരാണ് ബ്രൗൺ ആൽഗെ. ബ്രൗൺ ആൽഗെ അതങ്ങനെ തന്നെ ഓർത്ത് വയ്ക്കുക. ഇവർ കൂടുതലും മറൈനാണ്. അതുപോലെ കൂടുതലും ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്ന ആൽഗയാണ് ഫിയോഫൈസിയയിൽ മെയിനായിട്ട് ഉൾപ്പെടുന്നത്. പിന്നെ ബ്രൗൺ ആൽഗെ എന്ന് പറയുന്ന പോലെ തന്നെ കുറച്ചും കൂടി ബ്രൗണിഷ് കളറിലായിരിക്കും, യെല്ലോയിഷ് കളറിലായിരിക്കും ഇവർ കാണപ്പെടുന്നത്. ഫിലമെൻറ്റസ് ഉണ്ട്, ഫ്ലാറ്റ് ആയിട്ടുള്ള റിബൺ ഷേപ്പ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ബ്രാഞ്ച്ഡ്, അൺബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ജയൻ്റ് ആൽഗെ, കെൽപ്സ് കേട്ടിട്ടുണ്ട്. ഈ ജയൻ്റ് ആൽഗെ ഉൾപ്പെടുന്നത് ഈ ഒരു ക്ലാസ്സിലാണ്. ഫിയോഫൈസിയയിലാണ് ജയൻ്റ് ആൽഗെ ആയിട്ടുള്ള കെൽപ്സ് ഉൾപ്പെടുന്നത്.
ഇവരുടെ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് മെയിനായിട്ടും 3 പാർട്സായിട്ട് തിരിച്ചിട്ടുണ്ട്. ഹോൾഡ് ഫാസ്റ്റ്, സ്റ്റൈപ്പ്, ഫ്രോണ്ട്. ഇതിൽ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത് ഹോൾഡ് ഫാസ്റ്റ്, അതായത് അറ്റാച്ച് ചെയ്ത് നിർത്താൻ വേണ്ടി, ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറാണ് ഹോൾഡ് ഫാസ്റ്റ്. നമ്മുടെ റൂട്ട് പോലെയുള്ള ഒരു സ്ട്രക്ചർ. അതിൻ്റെ മുകളിൽ സ്റ്റെം ലൈക്ക് സ്ട്രക്ചറാണ് സ്റ്റൈപ്പ്. പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതാണ് ഫ്രോണ്ട്. അപ്പോൾ പ്ലാൻ ബോഡി 3 പാർട്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഫിക്സിങ് സ്ട്രക്ചറായിട്ടുള്ള ഹോൾഡ് ഫാസ്റ്റ്, സ്റ്റോക്ക് ലൈക്ക് സ്റ്റൈപ്പ്, ലീഫ് ലൈക്ക് ഫ്രോണ്ട്, 3 പാർട്ടാണുള്ളത്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പിഗ്മെൻറ്റ്സ് ഇല്ലേ, ക്ലോറോഫിൽ എയും ബി എന്ന് പറഞ്ഞു ക്ലോറോഫേസിയയിൽ. അത് ഫിയോഫേസിയയിൽ എത്തുമ്പോൾ ക്ലോറോഫിൽ എയും സിയും കരോട്ടിനോയിഡ്സും സാന്തോഫിൽസും കൂടി ഉണ്ട്. എയും സിയും ആണെന്ന് ഓർക്കണം. പിന്നെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ച് ഫോമിലല്ല, ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ലാമിനാരിനും മാനിറ്റോളും. കുറച്ചും കൂടി സ്റ്റാർച്ചിനേക്കാളും കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് ലാമിനാരിനും മാനിറ്റോളും. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ലാമിനാരിൻ മാനിറ്റോൾ ഫോമിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ആൽഗെ ഏത് ക്ലാസ്സാണെന്ന്. അപ്പോൾ ഫിയോഫൈസിയ അഥവാ ബ്രൗൺ ആൽഗെ എന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ ഇവരുടെ സെൽ വാളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. അതിൻ്റെ പേരാണ് ആൽജിൻ എന്ന് പറയും. ഒരു ഹൈഡ്രോകൊളോയിഡ് സബ്സ്റ്റൻസ് ആണ് ആൽജിൻ എന്ന് പറയുന്നത്. ഇവരുടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ് മെയിനായിട്ട് നടക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സൂസ്പോഴ്സ് വഴിയാണ്, ബൈഫ്ലജലേറ്റഡ് ആയിട്ടുള്ള സൂസ്പോഴ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഐസോഗമി, അനൈസോഗമി, ഊഗമി. കൂടുതൽ കാര്യങ്ങളും രണ്ടും ഈക്വലി ആണ്. എന്നാലും നമ്മൾ ഓർത്ത് വെക്കുക, ആ ബോഡി പാർട്സ് 3ആയി തിരിച്ചിട്ടുള്ളത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള പേര്, ബ്രൗൺ ആൽഗെ എന്നുള്ള പേര് ഓർത്ത് വയ്ക്കുക. പിന്നെ കുറച്ച് കോമൺ എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കുക. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സർഗാസ് ഉണ്ട്, എക്ടോകാർപ്പസ് ഉണ്ട്, ലാമിനാരിയ ഉണ്ട്, ഡിക്റ്റിയോട്ട. ഇങ്ങനെ ഒരു 3-4 പേര് ഓർത്ത് വയ്ക്കുക. സർഗാസൊക്കെ ഓർത്ത് വയ്ക്കുക. ഇത് നമ്മുടെ 3ാമത്തെ ക്ലാസ് ഓഫ് ആൽഗയാണ് റോഡോഫൈസിയെ റെഡ് ആൽഗെ. അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക, റോഡോഫൈസിയെ റെഡ് ആൽഗെ. കോമൺലി ഇവർ റെഡ് ആൽഗെ എന്നാണ് അറിയപ്പെടുന്നത്. കൂടുതലും മറൈനാണ്, എന്നാലും ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള ആൾക്കാർ കൂടിയുണ്ട്. ഇതേ കാര്യം ഒരു പ്രാവശ്യം കേട്ടറ്റിന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അതായത് ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള റെഡ് ആൽഗെ ഏതാണെന്നുള്ളത്. അത് ബട്ടർകോസ്പെർമം ആണ്. ഒരേ ഒരു എന്ന് പറയുന്നില്ല, റെയറായിട്ട് മാത്രമേ ഇവർ കാണുന്നുള്ളൂ, ഫ്രഷ് വാട്ടറിൽ കാണുന്നുള്ളൂ. കൂടുതലും മറൈനാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ബട്ടർകോസ്പെർമം. ഇവരുടെ താലസ് മൾട്ടിസെല്ലുലാറാണ്. അതുപോലെ മെയിനായിട്ട് പിഗ്മെൻറ്റ്സ് കാണുന്നത് റെഡ് ആൽഗയിൽ ക്ലോറോഫിൽ എയും ഡിയും ഫൈക്കോ എറിത്രിനുമാണ്. ഈ ഫൈക്കോ എറിത്രിൻ എന്നുള്ള ടേം ഓർത്ത് വയ്ക്കണം, ഫൈക്കോ എറിത്രിൻ. പിന്നെ ക്ലോറോഫിൽ എയും ഡിയും ആണ്. റോഡോഫൈസിയെ റെഡ് ആൽഗെ, ക്ലോറോഫിൽ എയും ഡിയും, അതെല്ലാം ഓർത്ത് വയ്ക്കുക. അതുപോലെ മറ്റൊരു പിഗ്മെൻറ്റ് ഇതിൽ കാണുന്നത് ഫൈക്കോ എറിത്രിൻ എന്ന് പറഞ്ഞില്ലേ, ഈ ഫൈക്കോ എറിത്രിൻ ഉള്ളത് കൊണ്ടാണ് ഇവരുടെ കളർ റെഡായിട്ട് കാണുന്നത്. ഓർത്ത് വയ്ക്കുക, ഫൈക്കോ എറിത്രിൻ ആണ് ഈ പ്ലാൻ ബോഡിക്ക്, ഈ ആൽഗയുടെ ബോഡിക്ക് എന്ത് കളർ കൊടുക്കുന്നത്, റെഡ് കളർ കൊടുക്കുന്നത്. ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫോമാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഈ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് നമ്മുടെ ഗ്ലൈക്കോജനും അമൈലോപെക്റ്റിനും അവയോടൊക്കെ സ്ട്രക്ചറലി സിമിലറാണ് ഈ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ആ ടേം ഓർത്ത് വയ്ക്കേണ്ടതാണ്. റെഡ് ആൽഗയുടെ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഫോമാണ് സ്റ്റാർച്ചാണോ? അല്ല, ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണെങ്കിൽ അത് ഗ്രീൻ ആൽഗയാണ്, ഇത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞ പോലെ തന്നെ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ് നടക്കുക. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ സ്പോർസ് വഴിയാണ് നടക്കുക. പക്ഷേ ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ നോൺ മോട്ടൈൽ സ്പോർസ് ആണ്. അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നോൺ മോട്ടൈൽ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ആൽഗെ, അതിൻ്റെ പേരാണ് റെഡ് ആൽഗെ, റോഡോഫൈസിയെ. നോൺ മോട്ടൈൽ സ്പോർസ് ആണ് ഉണ്ടാക്കുന്നത്. ഇവയുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഊഗമിയാണ് കൂടുതലും. കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ വരുന്നതെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഊഗമി വഴിയാണ് നടക്കുന്നത്. പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കുറേ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെൻറ്റ്സും ഇവരിൽ നടക്കുന്നുണ്ട്. ഇവരുടെ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് തോന്നും കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ആൽഗെ ആയിരിക്കും. ഗ്രീൻ ആൽഗയേക്കാളും കുറച്ചും കൂടിയൊക്കെ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട് റെഡ് ആൽഗെ എത്തുമ്പോൾ. ഇനി നമ്മൾ മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ കോമൺ ആയിട്ടുള്ള റെഡ് ആൽഗെ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫ്രഷ് വാട്ടർ. ഏതായിരുന്നു?
ബട്ടർകോസ്പോമ. പിന്നെ ജെലീഡി ഉണ്ട്, ഗ്രാസിലേറിയ ഉണ്ട്, പോളിസൈഫോണിയൊക്കെ നമുക്കൊരു മരം പോലെ തോന്നും. പിന്നെ പൊർഫൈറയൊക്കെ ഉണ്ട്. ഇതിൽ ജെലീഡിയും ഗ്രാസിലേരിയും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ജെലീഡിയും ഗ്രാസിലേരിയും ആണ് അഗർ അഗർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസാണ് അഗാർ. ഇത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൽഗയാണ് റെഡ് ആൽഗ ആയിട്ടുള്ള ഗ്രാസിലാരിയും ജെലീഡിയും. ഇനി നമുക്ക് കുറച്ച് എക്കണോമിക് ഇമ്പോർട്ടൻസ് കൂടി നോക്കാം ആൽഗയുടെ. ആൽഗ എന്ന് പറയുന്നത് പ്രൈമറി പ്രൊഡ്യൂസേഴ്സാണ് അല്ലേ. പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നത്, ഫുഡ് ചെയിനിൽ ഈ ആൽഗയും ഫുഡ് ഉണ്ടാക്കുന്ന പ്ലാന്റ്സിൻ്റെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാരാണ്, ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് അങ്ങനെ പറയാം അല്ലേ. പിന്നെ പല ആൽഗേസിനെ നമ്മൾ എഡിബിളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ക്ലോറല്ല, സർഗാസം, അൾവ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ സിംഗിൾ സെൽ പ്രോട്ടീൻ പറയാറില്ലേ, സിംഗിൾ സെൽ പ്രോട്ടീനിൽ സ്പൈറുലിനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ജെലീഡിയും ഗ്രാസിലാരിയും നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അഗർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പല ആൽഗയും സോഴ്സ് ഓഫ് മിനറൽസ്, പോളിസൈഫോണിയ, ലാമിനാരിയ ഒക്കെ സോഴ്സ് ഓഫ് മിനറൽസ് ആണ്. പിന്നെ ഒരുപാട് റിസർച്ച് പർപ്പസിനൊക്കെ ക്ലോറല്ല, അസിറ്റബുലേറിയ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കൾച്ചർ മീഡിയ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് സ്പേസ് ട്രാവലേഴ്സിനൊക്കെ ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൽഗയാണ് സ്പൈറുലിന, ക്ലോറല്ല എന്നൊക്കെ പറയുന്നത്. പിന്നെ നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മളിപ്പോൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പറഞ്ഞതിൻ്റെ ഇടയിൽ അതുപോലെ വരുന്ന ഒരു 3-4 പറയാം. അതായത് അംബ്രല്ല പ്ലാന്റ് എന്നറിയപ്പെടുന്ന, അംബ്രല്ല ആൽഗ എന്നറിയപ്പെടുന്ന ആളാണ് അസറ്റബുലേറിയ. ഓക്കെ. അതുപോലെ സീ ലെറ്റ്യൂസ് എന്നറിയപ്പെടുന്ന ആളാണ് അൾവ. വാട്ടർ സിൽക്ക് എന്ന് പറയുന്ന ആളാണ് സ്പൈറോഗൈറ. ആ 3 പേരൊന്ന് ഓർത്ത് വയ്ക്കുക. ഇവയൊക്കെ ഏത് ഗ്രൂപ്പാണെന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.